കൂടുതൽ കാലം ജീവിക്കുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ആയുസ് കൂടുതലാണ്. കാരണം വെൽക്കം ബാക്ക് ടു കോർഡ് വിൻ്റർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ദീർഘകാലം സമാധാനപരമായും സന്തോഷത്തോടെയും കൂടി ജീവിക്കുക എന്നത് പലരുടെയും സ്വപ്നമാണ്. ചിട്ടയായ ജീവിതവും ജീവിതശൈലിയുമുണ്ടെങ്കിൽ ആയുസ്സും വർദ്ധിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ചില രാജ്യങ്ങൾ പരിശോധിച്ചാൽ അവിടുത്തെ പൗരന്മാർക്ക് കൂടുതൽ ആയുസ്സുണ്ടാകും. പഠനങ്ങൾ പറയുന്നത് അവരുടെ ജീവിത രീതികൾ തന്നെയാണ് ഇത്രയും ആയുസ് നൽകുന്നതിന് പിന്നിൽ എന്നാണ്. ജീവിതരീതി, കഴിക്കുന്ന ഭക്ഷണം, സാമൂഹിക ഇടപെടൽ, ജോലി തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇതിനകം പ്രധാന പങ്ക് വഹിക്കുന്നു. ശരാശരി ആയുർദൈർഘ്യം കൂടുതലുള്ള ചില സ്ഥലങ്ങളെ പരിചയപ്പെടാം. ഈ സ്ഥലങ്ങൾ പ്രശസ്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കൂടിയാണ്. ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ആൾക്കാർക്ക് ആയുസ് കൂടുതലാണെന്ന് ഒരു ഗവേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. ശരാശരി ആയുർദൈർഘ്യം ഇവിടെ 90 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോക റെക്കോർഡാണ്. നല്ല വളർച്ച കാണിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ദക്ഷിണ കൊറിയയുടേത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇവരുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ക്യാൻസർ തുടങ്ങിയവ ഇവിടെ കുറവാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. സ്ട്രെസ്സിനെയും വ്യാകുലതയുമൊക്കെ ഇവർ അകറ്റി നിർത്തുന്നു. കൂടുതൽ പേരും ബുദ്ധമത വിശ്വാസികളാണ്. ഇനി സിംഗപ്പൂർ. ടൂറിസ്റ്റുകൾക്കിടയിൽ അന്നും ഇന്നും പ്രിയപ്പെട്ട രാജ്യമാണ് സിംഗപ്പൂർ. ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന രീതിയിലും സിംഗപ്പൂർ പ്രശസ്തമാണ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ സിംഗപ്പൂരിന് 2ാം സ്ഥാനമുണ്ട്. 83 വയസ്സാണ് ഇവിടുത്തെ ശരാശരി ആയുർദൈർഘ്യം. മികച്ച മെഡിക്കൽ സൗകര്യങ്ങളുടെ ലഭ്യതയാണ് ഇതിനൊരു കാരണം. മറ്റൊന്ന് ഇവരുടെ ജീവിത രീതി തന്നെയാണ്. ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർ. വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക തുടങ്ങിയവ ഇവർ ചെറുപ്പം മുതൽ തന്നെ ശീലമാക്കുന്നു. മാനസിക സംഘർഷം കുറവാണ് ഇവരിൽ. ശിശുമരണ നിരക്കും കുറവാണ്. ഇനി ജപ്പാൻ. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ജപ്പാൻ മുന്നിൽ തന്നെയുണ്ട്. ഇവിടുത്തെ ശരാശരി ആയുർദൈർഘ്യം 83 വയസ്സാണ്. ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലം മരണമില്ലാത്ത നാട് എന്നാണ് അറിയപ്പെടുന്നത്. 400 നൂറ്റാണ്ടുകളായി ഈ സ്ഥലത്തിന് ഈ പേരുണ്ട്. ജപ്പാനിലുള്ളവരുടെ ജീവിത രീതി തന്നെയാണ് ഇവരുടെ ആയുർദൈർഘ്യത്തിന് കാരണമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇവർക്ക് തനതായ ഭക്ഷണ രീതികളുണ്ട്. ഇനി സ്പെയിൻ. ജപ്പാനിലെ ശരാശരി ആയുർദൈർഘ്യ കണക്കുകളുമായി സ്പെയിനിലേതുമായി ബന്ധമുണ്ട്. സ്പെയിനിൽ 82 വയസ്സാണ് ശരാശരി ആയുർദൈർഘ്യം. മെഡിറ്ററേനിയൻ ഡയറ്റാണ് സ്പാനിഷ് ജനതയുടെ ആരോഗ്യ രീതിയുടെ രഹസ്യം. ഒലിവെണ്ണ, പച്ചക്കറികൾ, വൈൻ എന്നിവ ഇവർ നിത്യവും ഉപയോഗിക്കുന്നു. ഉച്ച സമയത്തുള്ള ചെറിയ മയക്കം ഇവരുടെ ശീലമാണ്. ഇവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം ഇതാണ്. ഓഫീസുകളിൽ പോലും ഇവരുടെ ലഞ്ച് ബ്രേക്ക് 2 മുതൽ 3 മണിക്കൂർ വരെയാണ്. നമ്മുടെ നാട്ടിൽ കൂടിപ്പോയാൽ അരമണിക്കൂർ. വിശദമായി ഇരുന്ന് കഴിക്കാനും വിശ്രമിക്കാനുമൊക്കെ ഈ സമയം ഇവർ പ്രയോജനപ്പെടുത്തുന്നു. വാഹനങ്ങളുടെ ഉപയോഗവും ഇവർ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. നടക്കേണ്ട ദൂരമൊക്കെ ഇവർ നടന്നു തന്നെ പോകും. സ്വിറ്റ്സർലാൻഡ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ സ്വിറ്റ്സർലാൻഡ് മുൻപന്തിയിൽ തന്നെയുണ്ട്. ഭൂമിയിലെ സ്വർഗമെന്നൊക്കെ വിശേഷണമുണ്ട്. ഇവിടുത്തെ ഭൂപ്രകൃതിയാണ് ഈ വിളിപ്പേരിന് പിന്നിൽ. എന്നാൽ സമാധാനത്തോടെ ആൾക്കാർ ജീവിക്കുന്ന കാര്യത്തിലും ഇവർ മുന്നിൽ തന്നെ. 81 വയസ്സാണ് ഇവിടുത്തെ ശരാശരി ആയുർദൈർഘ്യം. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ്. പൗരന്മാർക്ക് ആരോഗ്യപരമായ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ സംവിധാനങ്ങൾ ഇവർ ഒരുക്കി നൽകുന്നുണ്ട്. ചീസും മറ്റ് പാലുൽപ്പന്നങ്ങളും സ്വിറ്റ്സർലാൻഡ് ഒരു ഇഷ്ട ഭക്ഷണ വിഭവമാണ്. ജീവിതവും ജോലിയും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്നവർ കൂടിയാണിവർ. ഇത്തരം ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്താൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ